വരുൺ ഗാന്ധി ബി.ജെ.പി. വിടുമെന്ന സൂചന വരുന്നു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. ബി.ജെ.പി. സീറ്റ് നിഷേധിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുൺ ഗാന്ധി എസ്.പിയുമായി ചർച്ചകൾ സജീവമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയിലെത്തി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സീറ്റ് ധാരണ. ഡൽഹിയിൽ 4ഇടത്ത് ആം ആദ്മിയും 3ഇടത്ത് കോൺഗ്രസും മത്സരിക്കും. എതിർപ്പുകൾ മറികടന്ന് ഗുജറാത്തിലെ ബറോച്ച് സീറ്റ് ആം ആദ്മിക്ക് നൽകി. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് പോരാടും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ എക്കാലത്തും ബി.ജെ.പിയുടെ ഒരു പ്രചാരണത്തിലൊക്കെ അവരുടെ ആയുധമായിരുന്നു ഈ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മനേകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ഒക്കെ. ആ വരുൺ ഗാന്ധി തിരികെ പോകുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ബി.ജെ.പിക്ക് ഒരു ക്ഷീണമാകില്ലേ? ഒപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനായത് അതൊരു വലിയ കാര്യമായി അവർക്ക് അവതരിപ്പിക്കാനാവില്ലേ? ആ മുന്നണിയുടെ തന്നെ ഭാവി ബി.ജെ.പി. ഉൾപ്പെടെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ. ഗോകുൽ, ഈ വരുൺ ഗാന്ധി പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ബി.ജെ.പി. നേതൃത്വവുമായി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതൃത്വവുമായി അകൽച്ചയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനവുമായി എത്തുന്ന വരുൺ ഗാന്ധിക്ക് ഇത്തവണ ഒരു കുടുംബത്തിന് ഒരു സീറ്റ് എന്ന ബി.ജെ.പിയുടെ നയം കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പീലിഭിത്ത് സീറ്റ് നിഷേധിക്കാനുള്ള ആലോചനകൾ ബി.ജെ.പിയിൽ നടക്കുമ്പോഴാണ് വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ പീലിഭിത്തിൽ ഇത്തവണ മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ, ധാരണകൾ ഏതാണ്ട് ആയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 96 മുതൽ തന്നെ മേനകാ ഗാന്ധിയും കഴിഞ്ഞ വർഷം വരുൺ ഗാന്ധിയും മത്സരിച്ച മണ്ഡലമായ പീലിഭിത്തിൽ വരുൺ ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാം എന്ന് ആണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമായും സമാജ്വാദി പാർട്ടിയുമായും ആം ആദ്മി പാർട്ടിയുമായുള്ള സീറ്റ് ധാരണ അന്തിമമായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കൂടി ബി.ജെ.പിയെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് കൂടി സഖ്യം നീങ്ങുന്നത്. ഡൽഹി അടക്കമുള്ള സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുമായി ധാരണയായത് കോൺഗ്രസിന് വലിയൊരു വിജയമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ഡൽഹിയിൽ 7 സീറ്റിൽ 4-ൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കാൻ ധാരണയായിരിക്കുന്നു. പഞ്ചാബിൽ 2 കൂട്ടരും എന്നാൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കും. ഗോവയിലെ 2 സീറ്റുകളും കോൺഗ്രസ് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പകരമായി കോൺഗ്രസിന്റെ തട്ടകമായ അല്ലെങ്കിൽ ഏതായാലും ഉത്തർപ്രദേശിൽ എസ്.പിയുമായി സീറ്റ് ധാരണ ഉണ്ടാക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലുമൊക്കെ സീറ്റ് വിഭജനം, സീറ്റ് ധാരണയിലെത്താനാവുന്നത് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഒപ്പം വരുൺ ഗാന്ധി എസ്.പിയോടൊപ്പം നിന്ന് മത്സരിക്കും എന്ന വാർത്തകൾ കൂടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന് ആകെയും പ്രതിപക്ഷ ഐക്യനിരയ്ക്കും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്.